ഹരിയാന ഷിക്കോപൂർ ഭൂമി ഇടപാട് കേസിൽ റോബർട്ട് വദ്രയ്ക്ക് വീണ്ടും നോട്ടീസ് അയച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് രണ്ടാം തവണയാണ് ഇ.ഡി. റോബർട്ട് വദ്രയ്ക്ക് നോട്ടീസ് അയച്ചത്. വിനീത വിജി വിശദാംശങ്ങളുമായി. വിനീത, ആദ്യ സമൻസിന് അദ്ദേഹം ഹാജരായിരുന്നില്ല. ഇപ്പോൾ രണ്ടാമതും ഇ.ഡി. സമൻസ് അയച്ചിരിക്കുകയാണ്. ഏറെ വർഷം മുൻപ് നടന്നൊരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട ഈ കേസ് എന്താണ്? അനുജ, 2008 ഈ ഭൂമി ഇടപാട് കേസ് നടക്കുന്നത്. ഹരിയാനയിലെ ഷിഖോപൂരിൽ 3.5 ഏക്കർ സ്ഥലമാണ് റോബർട്ട് വദ്ര വാങ്ങിയിരുന്നത്. ഇത് ഏതാണ്ട് 7.5 കോടി രൂപയ്ക്കാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നാലെ ഈ സ്ഥലം ഏതാണ്ട് 58 കോടി രൂപയ്ക്ക് വിൽപ്പന നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. നേരത്തെ തന്നെ ഹരിയാന പോലീസ് ഒരു പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിലാണ് ഈ പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിൽ ആദ്യഘട്ടത്തിൽ റോബർട്ട് വദ്രയ്ക്ക് ഇ.ഡി. നോട്ടീസ് നൽകിയിരുന്നു. ഏപ്രിൽ 8 ആദ്യ നോട്ടീസ് നൽകിയിരുന്നത്. പക്ഷേ ഈ ആദ്യ നോട്ടീസ് അദ്ദേഹം അവഗണിക്കുകയാണ് ഉണ്ടായത്. ഇതിനെ തുടർന്നാണ് രണ്ടാമതും ഇ.ഡി. നോട്ടീസ് നൽകിയിരിക്കുന്നത്. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അതേസമയം ഈ ഇ.ഡിയുടെ ആവശ്യപ്രകാരം ഹാജരാകുമോ, റോബർട്ട് വദ്ര ഹാജരാകുമോ എന്നുള്ള കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണമില്ല. അദ്ദേഹം ഇതിനോടകം തന്നെ മറുപടി ഒന്നും തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയിട്ടുമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2008 നടന്ന കേസാണ്. ഈ കേസിന്റെ തുടർ നടപടികളുമായാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോകുന്നത്. ഈ PMLA ആക്ട്, അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് ഇ.ഡി. ഈ സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത്. ഇ.ഡിയുടെ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇത് രണ്ടാം തവണയും റോബർട്ട് വദ്രയ്ക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരം റോബർട്ട് വദ്ര ഹാജരായിരിക്കുന്നു എന്നുള്ളതാണ്. 2 തവണ സമൻസ് അയച്ചു, രണ്ടാം തവണ റോബർട്ട് വദ്ര ഹാജരായിട്ടുണ്ട് എന്നുള്ളതാണ്. 2008 നടന്ന ഭൂമി ഇടപാട് ആണിത്. അത് 3.5 ഏക്കർ ഭൂമി 7.5 കോടി രൂപയ്ക്ക് വാങ്ങി. പിന്നീട് അത് DLFന് 58 കോടിക്ക് അദ്ദേഹം വിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ഭൂമി ഇടപാട് കേസ് അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുകയാണ്. ഷിക്കോപൂർ ഭൂമി ഇടപാട് കേസ് എന്നാണത് അറിയപ്പെടുന്നത്. രണ്ടാം തവണ സമൻസ് അയക്കുമ്പോൾ ഇപ്പോൾ ചോദ്യം ചെയ്യലിനായി റോബർട്ട് വദ്ര ഹാജരായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം.